നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. താനൂർ മൂലക്കലിൽ പെട്രോൾ പമ്പിന് സമീപത്ത് വാഹനാപകടം. താനൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. തൃക്കണ്ടി റോഡിൽ വെള്ളക്കെട്ട്, പരിഹാരം കാണാതെ അധികൃതർ. KSTA തിരൂർ ഉപജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള ഒപ്പം പദ്ധതിക്ക് തുടക്കം. ഈ വർഷത്തെ ഹോമിയോപ്പതി ദിനാചരണം ശനിയാഴ്ച രാവിലെ കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പരപ്പരങ്ങാടി മുരിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാസ് മ്യൂസിക് ക്ലബിന്റെ കീഴിൽ മെമ്പർഷിപ്പ് വിതരണം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. താനൂർ മൂലക്കലിൽ പെട്രോൾ പമ്പിന് സമീപത്ത് വാഹനാപകടം. താനൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. ഗുഡ്സ് വാഹനവും ബൈക്കും തമ്മിലിടിച്ചാണ് അപകടം ഉണ്ടായത്. യുവാവിന്റെ മൃതദേഹം തിരൂർ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. ഗുഡ്സ് വാഹനവും ബൈക്കും തമ്മിലിടിച്ചാണ് അപകടമുണ്ടായത്. താനൂർ സ്വദേശിയായ കിഴക്കന്റെ പുരക്കൽ ബഷീറിന്റെ മകൻ അൻഷിദാണ് മരണപ്പെട്ടത്. യുവാവിന്റെ മൃതദേഹം തിരൂർ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഗുരുതര പരിക്കുകളോടെ പരിക്ക് പറ്റിയ ബാസിദിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസിൽ നിന്നും തൃക്കണ്ടിലേക്ക് പോകുന്ന പ്രധാന റോഡിൽ വെള്ളക്കെട്ട്. കാലവർഷം തുടങ്ങിയാൽ മുട്ടൊപ്പം വെള്ളമാണ്. പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഇനിയും പരിഹാരമാവാത്തത് വ്യാപക പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. തിരൂർ നഗരസഭയിലെ പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസിൽ നിന്നും തൃക്കണ്ടിയൂർ പോകുന്ന പ്രധാന റോഡാണ് വെള്ളക്കെട്ടിൽ മുങ്ങി നിൽക്കുന്നത്. സമീപത്തെ അങ്കണവാടിയിലേക്കടക്കം കുരുന്നുകൾ ഇതുവഴിയാണ് ദുരിതം പേറി യാത്ര ചെയ്യുന്നത്. ഈ വെള്ളക്കെട്ടുകൊണ്ട് ഞങ്ങൾക്കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. 10 കൊല്ലമായി അല്ലേ, 10 മേലെയായി. ഈ മഴ പെയ്താൽ ഈ 2 ഭാഗത്തും വെള്ളം. ഈ കുറച്ച് വീട്ടുകാരിവിടെ കിടന്ന് ഐലൻഡ്, അതായത് ഒരു തിരുത്തിൽ കെട്ടുന്ന മറ്റേ മാതിരി പുറത്ത് പോകാൻ പറ്റുന്നില്ല. മുട്ടിലേക്ക് വെള്ളമുണ്ട് ആ ഭാഗത്ത്, ഈ ഭാഗത്തുണ്ട് അതേമാതിരി വെള്ളം. ഞങ്ങൾ എന്ത് ചെയ്യും? ഈ മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞ് മടുത്തു. അവരൊരു ഏർപ്പാടും ചെയ്യുന്നില്ല. കുറേ കാലമായിട്ട് ഇതിൽ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ അവർ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ ചെയ്യുന്നില്ല. ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കില്ല. കാരണം വെച്ചാൽ അവരെ എഞ്ചിനിലേക്ക് വെള്ളം കയറും, റിപ്പയർ ആവേണ്ടി വരും. അപ്പോൾ സാധനമായിട്ട് നമുക്ക് അവിടെ ഇറങ്ങി പിന്നെ അതായിട്ട് ഇങ്ങോട്ട് നടക്കേണ്ടി വരും. വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊന്നൊരു ശാശ്വത പരിഹാരം. ഒരു അഴുക്കുചാല അത്യാവശ്യമാണ്. അല്ലാണ്ട് റോഡ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല. വെള്ളം കെട്ടണമെന്ന് പറഞ്ഞാൽ കുറേ മണ്ണിടും. അപ്പോൾ റോഡ് ഉയർന്നതിനനുസരിച്ചിട്ട് വീട്ടിൽ നിന്ന് വെള്ളം പോവാതെ പറമ്പിലെ വെള്ളം മുഴുവൻ കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് അങ്ങനെയല്ലാതെ ഒരു അഴുക്കുചാല നിർമ്മിച്ചുകൊണ്ടൊരു പരിഹാരം തരണം എന്നാണ്. കാലവർഷം തുടങ്ങിയാൽ മുട്ടപ്പം വെള്ളമാണ്. പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഇനിയും പരിഹാരമാവാത്തത് വ്യാപക പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. വെട്ടം ന്യൂസ്, തിരൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 27 നടത്തുന്ന ജില്ലാ മാർച്ചിന്റെയും ധർണയുടെയും പ്രചരണാർത്ഥം
തിരൂർ ഉപജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. തിരൂർ GMUP സ്കൂളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കൊളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പുതുതായി അനുവദിച്ച ഹയർ സെക്കൻഡറി ബാച്ചുകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തും തിരൂർ നഗരസഭയും ഒരുക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി RP ബാബുരാജൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബ്ദുസിയാദ് V, ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിയാനി KP എന്നിവർ അഭിവാദ്യം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് സെൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സെക്രട്ടറി TV ദിനേശ് സ്വാഗതവും ട്രഷറർ സുനിൽ കുമാർ K നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്. മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഓഫീസ് ഉദ്ഘാടനം മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ജില്ലാ ആൻഡ് സെഷൻ ജഡ്ജ് K സനിൽകുമാർ നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകുകയും അതുവഴി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പിലാക്കുന്നത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ M ഷാബിർ ഇബ്രാഹിം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽ, ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ K മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഒപ്പം പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ വെച്ച് ജില്ലാ ആൻഡ് സെക്ഷൻ ജഡ്ജ് K സുനിൽ കുമാർ നിർവഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ സ്വാഗതവും ആക്സിസ് മലപ്പുറം പ്രതിനിധി M അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു. മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് ഒപ്പം പദ്ധതിയുടെ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്ന ഭിന്നശേഷി സേവന കേന്ദ്രമായും ഓഫീസ് പ്രവർത്തിക്കും. കോഴിക്കോട് ആസ്ഥാനമായ NGO പ്രജാഹിത ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഓഫീസ് സജ്ജീകരിക്കുന്നത്. വെട്ടം ന്യൂസ് മലപ്പുറം. ഈ വർഷത്തെ ഹോമിയോപ്പതി ദിനാചരണം ശനിയാഴ്ച രാവിലെ കായിക മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ P ഉബൈദുള്ള MLA അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്ന മാധ്യമ സെമിനാറിൽ ഹോമിയോപ്പതി കുപ്രചരണങ്ങളും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ സംവദിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്ന യാസ്മിൻ വയലിൻ അറിയിച്ചു. ജില്ലയിലെ സർക്കാർ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സയന്റിഫിക് പേപ്പർ പ്രസന്റേഷനും പരിപാടിയുടെ ഭാഗമായി നടക്കും. ലോക ഹോമിയോപ്പതി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരം, ഉപന്യാസ മത്സരം, പോസ്റ്റർ രചനാ മത്സരം എന്നിവയിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനം നൽകും. സാമുവൽ ഹാനിമാന്റെ ജന്മദിനമാണ് ലോക ഹോമിയോ ദിനമായി ആചരിക്കുന്നത്. വെട്ട ന്യൂസ് മലപ്പുറം. പരപ്പനങ്ങാടി മുരിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാസ് മ്യൂസിക് ക്ലബിന്റെ കീഴിൽ മെമ്പർഷിപ്പ് വിതരണവും ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുത്ത ഡോക്ടർ MA കബീറിന് സ്വീകരണവും നൽകി. പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ PP ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പാലത്തിങ്ങൽ കൊടന്തല AMLP സ്കൂൾ നടന്ന പരിപാടി പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ PP ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ബഷീർ താനൂർ അധ്യക്ഷത വഹിച്ചു. നന്ദു പരപ്പനങ്ങാടി, കൗൺസിലർമാരായ അസീസ് കുളത്ത്, അസീസ് പന്താരങ്ങാടി, സൊനു പാട്ടശ്ശേരി, ബാസ് മ്യൂസിക് പ്രസിഡന്റ് കമറുദ്ദീൻ, സെക്രട്ടറി സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റ് ഗഫൂർ ചേളാരി, നൌഷാദ്, സുബൈർ എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് പരപ്പനങ്ങാടി. ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.